ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോ ടെയിൽ ടു ടെൽ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡാണ്. പനി ആയതുകൊണ്ട് തന്നെ സൗണ്ടിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മുടെ ഗുമിഹോ ഇപ്പോൾ ഒരു 9 ടെയിൽഡ് ഫോക്സ് ഒന്നും അല്ലെന്നും അവൾക്ക് പവേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം ബൂസിയോക്ക് അറിയുന്നതുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഇപ്പം എല്ലാ സത്യങ്ങളും അറിഞ്ഞ ബൂസിയോക്ക് ഗുമിഹോയുടെ അടുത്ത് താലി കേട്ടതൊക്കെ സത്യമാണോന്നും നിന്റെ പവേഴ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോയോന്നും ഇനി എത്ര നാളെടുക്കും അത് തിരിച്ചു വരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഗുമിഹോ ആകട്ടെ അതിന് അധികം സമയമൊന്നും എടുക്കില്ലെന്നും ഞാൻ തിരിച്ച് എന്റെ പവറിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീണ്ടും നിങ്ങളുടെ ഫേറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുമെന്നും അവന്റെ അടുത്ത് പറയുമ്പോൾ അവനിപ്പോ നമ്മുടെ കങ്ങിനെ നോക്കിയിട്ട് കുറച്ച് സമയം കൂടി എനിക്ക് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതേക്കുന്ന നമ്മുടെ ഗുമിഹോക്കാകട്ടെ ബൂസിയോക്കിന് ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം തന്റെ പവേഴ്സൊക്കെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ബൂസിയോക്ക് ഈ ഒരു അവസരം മുതലെടുത്ത് എന്നേക്കുമായിട്ട് കങ്ങിന്റെ ആ ഒരു ലൈഫ് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാവില്ലല്ലോ. സോ അതുകൊണ്ട് തന്റെ പവേഴ്സ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം ബൂസിയോക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗുമിഹോ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന മറ്റേ 8 ടെയിൽഡ് ഫോക്സിന്റെ അടുത്ത് ബൂസിയോക്കിന്റെ മെമ്മറി ഒന്ന് ഇറേസ് ചെയ്ത് കളയാനായിട്ട് ആവശ്യപ്പെടുകയും അവളത് ഇറേസ് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ തൊട്ടു മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാണ്ട് തന്റെ കാറിൽ കിളി പോയിട്ടിരിക്കുന്ന ബൂസിയോക്കിന് നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ മെമ്മറി ആകട്ടെ ഇറേസ് ചെയ്തത് ഒരു 8 ടെയിൽഡ് ഫോക്സ് ആയതുകൊണ്ട് അവൾക്കാകട്ടെ നമ്മുടെ 9 ടെയിൽഡ് ഫോക്സിന്റെ അത്ര പവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളിപ്പോൾ മെമ്മറി ഇറേസ് ചെയ്ത് കളയാണെങ്കിലും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അത് തന്നെ വീണ്ടും ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും എന്നും അങ്ങനെ ബൂസിയോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മെമ്മറി ഗെയിൻ ചെയ്തെടുക്കും മുമ്പായിട്ട് തന്നെ ഇവളുടെ പവേഴ്സ് ഒക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ഗുമിഹോ തീരുമാനം എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കങ്ങിനാകട്ടെ ബൂസിയോക്കിന്റെ മെമ്മറി അവൾ അങ്ങനെ ഇറേസ് ചെയ്തൊന്നും ഇഷ്ടപ്പെടാണ്ട് അവൻ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാലും ബൂസിയോക്ക് ഒരു പച്ചയായ മനുഷ്യനാണെന്നും അവന്റെ എക്കാലത്തെ ആഗ്രഹം പോലെ നിന്റെ ലൈഫ് ഫോർ എവർ ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് അവൻ എന്നെയോ നിന്നെയോ എങ്ങാനും കൊന്നുകളയാണെങ്കിൽ നമ്മളിങ്ങനെ ട്രാപ്ഡ് ആയിട്ട് പോകുന്നൊക്കെ അവളിപ്പോൾ പറഞ്ഞ് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവരിപ്പോൾ നേരത്തെ മറ്റേ 8 ടെയിൽഡ് ഫോക്സ് വന്നിട്ട് ഗുമിഹോക്ക് തിരിച്ചവളുടെ പവേഴ്സ് കിട്ടാനായിട്ടുള്ളൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെന്താണെന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 8 ടെയിൽഡ് ഫോക്സിൻ്റെയും ഗുമിഹോടെയും ഫേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതിയെന്ന് അവൾ പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് അവൾ ഒരു 8 ടെയിൽഡ് ഫോക്സ് ആയിട്ട് മാറി പോകുന്നുണ്ട്. കാരണം അവളിപ്പോൾ ബൂസിയോക്കിന്റെ മെമ്മറി ഇറേസ് ചെയ്ത കാരണം കൊണ്ട് അവളുടെ പകുതി പവർ അങ്ങനെ നഷ്ടപ്പെട്ടു എന്നും അതുകൊണ്ടാണ് പെട്ടെന്ന് അവൾ ട്രാൻസ്ഫോം ചെയ്തതിനും അവൾ ഓക്കെ ആവുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ അവൾ ചെയ്യുന്നത്. അതായത് നമ്മളുടെ 8 ടെയിൽഡ് ഫോക്സ് ആയിട്ടുള്ള ഗുയിം എന്ന ഈ പെങ്കുച്ചനാകട്ടെ ഒരു മനുഷ്യനാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതേ നേരം തന്നെ ഉൻഹോ എന്ന നമ്മളുടെ യഥാർത്ഥ 9 ടെയിൽഡ് ഫോക്സിനാകട്ടെ തനിക്കൊരിക്കലും മനുഷ്യനായിട്ട് ജീവിക്കേണ്ട എന്നായിരുന്നതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ഫേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ നമ്മുടെ ഗുയിം എന്ന 8 ടെയിൽഡ് ഫോക്സിന് ഒരു മനുഷ്യനാവാനും നിലവിൽ മനുഷ്യനായിട്ടുള്ള നമ്മുടെ ഗുമിഹോയ്ക്ക് ഒരു 8 ടെയിൽഡ് ഫോക്സ് ആവാനും സാധിക്കും. സോ അങ്ങനെ ഉൻഹോ ഒരു 8 ടെയിൽഡ് ഫോക്സെങ്കിലും ആയി കഴിഞ്ഞാൽ ആ പവേഴ്സ് വെച്ചിട്ട് കങ്ങിനെ അവൾക്ക് തിരിച്ച് ആക്കാൻ പറ്റുമെന്ന് നമ്മുടെ ഗുയിം എന്ന ആ ഒരു 8 ടെയിൽഡ് ഫോക്സ് അവ പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന നമ്മുടെ ഗുമിഹോ ആകട്ടെ അങ്ങനെ ഇപ്പൊ നിന്റെ ഫേറ്റിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാലും കങ്ങിനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ലെന്നും കാരണം ഞാനൊരു 9 ടെയിൽഡ് ഫോക്സ് ആയിരുന്ന സമയത്ത് ഞാൻ കാസ്റ്റ് ചെയ്തിട്ടുള്ള സ്പെല്ല് അത്രമാത്രം പവർഫുൾ ആണെന്നും അത് ബ്രേക്ക് ചെയ്യാനായിട്ട് യാതൊരു 8 ടെയിൽഡ് ഫോക്സിന് സാധിക്കില്ലെന്നും അവളിപ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഉൻഹോക്കാകട്ടെ അവളുടെ പാസ്റ്റില് സ്വന്തം സിസ്റ്റർ ഇങ്ങനെ ഒരു മനുഷ്യനായി പോയിട്ട് ജീവിതം ഫുള്ളും ട്രബിളായിട്ട് പോയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഒരു മനുഷ്യനാവണം എന്നുള്ള കാര്യം നിനക്ക് ഉറപ്പാണോ എന്ന് അവളിപ്പോൾ ഗുയിം എന്ന 8 ടെയിൽഡ് ഫോക്സിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളൊരു മനുഷ്യനാവണോ വേണ്ടയോ എന്നത് അവളുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടമാണെന്നും അതിൽ നമ്മളാരും ഇടപെടേണ്ട കാര്യമില്ലെന്നും കങ് പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ അവളുടെ മനുഷ്യനാവാനായിട്ട് പറയുമ്പോൾ മറ്റാൾ അവളുടെ മനുഷ്യനാവേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇത് കേട്ടിട്ട് അവിടേക്ക് വന്ന് 8 ടെയിൽഡ് ഫോക്സിന് ഒത്തിരി കൺഫ്യൂഷനായി പോവാണ്. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് അവരവരുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യിപ്പിക്കാനായിട്ട് ആദ്യം നമ്മുടെ ഉൻഹോ ആകട്ടെ അവളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടെ ഉള്ള ക്രിമിനൽസിനൊക്കെ അവൾക്ക് കാണിച്ചു കൊടുത്ത് മനുഷ്യരെ എത്രമാത്രം ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ കങ് ആകട്ടെ അവളെയും കൂട്ടിക്കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് നല്ല നല്ല ഫുഡുകളൊക്കെ അവൾക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്. സോ മനുഷ്യരുടെ ജീവിതത്തിൽ ഉള്ള നല്ല വശങ്ങളാണ് അവൻ കാട്ടി കൊടുക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ വന്നു എന്നും ഇനി അടുത്തത് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എൻ്റെ ഒപ്പം വരണം എന്നും പറഞ്ഞിട്ട് ഗുയിം എന്ന ആ ഒരു 8 ടെയിൽഡ് ഫോക്സ് ഇവരെയും കൂട്ടിക്കൊണ്ട് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകുന്നുണ്ട്. അവള് ഒറ്റയ്ക്ക് മാത്രമല്ല കൂട്ടിന്
നമ്മളുടെ കങ്ങിനെയും ഊൺഹോനെയും വിളിക്കുന്നുണ്ടെങ്കിലും കങ്ങാകട്ടെ വളരെ സന്തോഷത്തില് ആ ഒരു മൊമെന്റ് ഒക്കെ വളരെ ചെറിഷ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഇത്രയും ധൈര്യശാലിയായിട്ടുള്ള 9 ടീൽഡ് ഫോക്സ് ഒക്കെ ആയിരുന്ന ഊൺഹോക്ക് ആകട്ടെ ആ ഒരു ചെറിയ റൈഡിൽ കയറാനായിട്ട് പേടിച്ച് കീഴി പോയി തല ഇറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് ഊൺഹോനെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പിന്നീട് അവർ 3 പേരും കൂടിയിട്ട് ആ ഒരു ടൈം നല്ലപോലെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇതിലത്തെ വില്ലനായിട്ടുള്ള ആ ഒരു ഷാമനാകട്ടെ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ഫോക്സ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് തോറ്റുപോയത് കാരണം കൊണ്ട് ഇപ്പൊ വേറൊരു ഫീമെയിൽ ഷാമന്റെ അടുത്ത് ചെന്നിട്ട് അവളുടെ സ്പിരിറ്റിനെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഈ വില്ലനാകട്ടെ അവന്റെ ഹെൽത്ത് കണ്ടീഷൻ കാരണം കൊണ്ട് അധികം നാള് ജീവിക്കാൻ സാധിക്കില്ല. സോ അവൻ മരിക്കുന്നേക്കാൾ മുമ്പ് ആ ഒരു ഫോക്സിനെ പിടിച്ച് അതിനെ കൊണ്ട് എന്തോ അവന്റെ ആവശ്യം നടത്തിയിട്ട് അങ്ങനെ പവർഫുൾ ആകാനായിട്ടാണ് അവൻ തീരുമാനിക്കുന്നത്. അപ്പൊ അതിന് വേണ്ട എനർജിക്കായിട്ട് ആണ് അവൻ ആ ഒരു ഫീമെയിൽ ഷാമന്റെ സ്പിരിറ്റിനെ ചോദിക്കുന്നത്. പക്ഷെ അവളത് തരാൻ കൂട്ടാക്കാത്ത സമയത്ത് അവനിപ്പോ അവളെയും കൊന്നിട്ട് അവിടെ നിന്ന് അവളുടെ സ്പിരിറ്റിനെ എടുത്ത് പോകുന്നുണ്ട്. ഇതേ നേരം അന്ന് രാത്രി വരെ ആ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ ഫുൾ അടിച്ചു പൊളിച്ച് നടക്കുന്ന കങ്ങിനെയും ഊൺഹോനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ നേരമാണ് ഫുൾ ടൈ ഹീൽസ് ഇട്ട കാരണം കൊണ്ടും ഊൺഹോയുടെ കാലിൽ ഒരു മുറിവ് ഉണ്ടായത് ശ്രദ്ധിക്കുന്ന കങ്ങ് ഇപ്പൊ ഒരു ബാൻഡേജ് ഒക്കെ വാങ്ങിച്ചിട്ട് അവൾക്കത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോ അവനാകട്ടെ അവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവളായാലും പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് താൻ കാരണമാണല്ലോ അവൻ ഇങ്ങനെ ഒരു ഗതി വന്നേന്ന് ആലോചിച്ച് അവനോട് സോരൊക്കെ അവളും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് ഇപ്പൊ അവളുടെ അടുത്തേക്ക് നമ്മളുടെ ഗൂയിൽ നിന്ന് ആ ഒരു 8 ടൈൽഡ് ഫോക്സ് വന്നിട്ട് താൻ തന്റെ ഡിസിഷൻ എടുത്തിരിക്കുകയാണെന്നും തനിക്ക് ഒരു സാധാരണ മനുഷ്യനായിട്ട് മനുഷ്യന്റെ പോലെ സന്തോഷങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യ ജീവിതം നയിക്കാനായിട്ടാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഊൺഹോടെടുത്ത് പറയുന്നത്. ഇന്നേരം ഊൺഹു ആകട്ടെ അവളുടെ സിസ്റ്ററിന് പറ്റിയിട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും മനുഷ്യനായതിനെ തുടർന്ന് അവൾക്ക് സഹിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗൂയിം എന്ന ആ ഒരു 8 ടൈൽഡ് ഫോക്സ് ആകട്ടെ എന്തൊക്കെ ഉണ്ടായാലും തനിക്ക് മനുഷ്യനാവണമെന്ന ആ ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുന്ന കാരണം കൊണ്ട് നേരത്തെ അവർ പറഞ്ഞ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മളുടെ ഗുമിഹോയും ഈ ഒരു 8 ടൈൽഡ് ഫോക്സും പരസ്പരം അവരുടെ ഫേറ്റുകളെ എക്സ്ചേഞ്ച് ചെയ്ത് അതിലൂടെ കങ്ങിന്റെ കാര്യവും പരിഗണിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. സോ ഈ ഒരു കാര്യം അറിയുന്ന കങ്ങിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ടെങ്കിലും അപ്പോഴാണ് ഈ ഒരു കാര്യം അങ്ങനെ വെറുതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും അവള് ഒരു 9 ടൈൽഡ് ഫോക്സ് ആയിരുന്ന കാരണം കൊണ്ട് നമ്മളുടെ ഗുയിമ ഇപ്പൊ ഒരു 8 ടൈൽഡ് ഫോക്സിൽ നിന്ന് ഒരു 9 ടൈൽഡ് ഫോക്സ് ആയിട്ട് മാറിയതിനു ശേഷം മാത്രമേ അവർക്ക് അവരുടെ ഫേറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നും അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നും ഗുമിഹോ ഇപ്പൊ നമ്മുടെ കങ്ങിനടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു 8 ടൈൽഡ് ഫോക്സിനെ ഒരു 9 ടൈൽഡ് ഫോക്സ് ആവാനായിട്ട് നാളെ മുതൽ നമ്മൾ അവളെ ഹെൽപ്പ് ചെയ്യണമെന്നും അതിന്റെ ഭാഗമായിട്ട് ആ ഒരു 8 ടൈൽഡിന്റെ ഫോക്സിന്റെ ഫോക്സ് ബീഡ് അവൾ തന്റെ കയ്യിൽ തന്നിട്ടാണ് പോയിരിക്കുന്നതെന്നും ഗുമിഹോ ഇപ്പോൾ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഓരോ ഫോക്സുകൾക്കും അവരുടെ ഉള്ളിലുള്ള എനർജിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ഫോക്സ് ബീഡ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി നമ്മുടെ 9 ടൈൽഡ് ഫോക്സിന് ഉണ്ടായിരുന്ന ഒരു ഫോക്സ് സ്പീഡ് പൊട്ടിപ്പോയത് കൊണ്ടാണ് അവളൊരു മനുഷ്യനായി മാറുന്നത് നമ്മൾ ഈ ഒരു ഡ്രാമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ഫോക്സുകൾക്ക് തമ്മിൽ അവരുടെ ഫോക്സ് സ്പീഡുകൾ എക്സ്ചേഞ്ച് ചെയ്ത് ഇതിലേക്ക് ഉള്ള എനർജി കൂട്ടാനായിട്ട് സാധിക്കും. അതായത് ഒരു 8 ടൈൽഡ് ഫോക്സ് ആയിട്ടുള്ള നമ്മുടെ ഗുയിമിന് ഒരു 9 ടൈൽഡ് ഫോക്സ് ആവണമെങ്കിൽ അവൾ അത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്ത് ബാക്കിയുള്ളവർക്ക് നല്ലത് വരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവൾക്ക് ഒരു പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് അങ്ങനെ ഒരു 9 ടൈൽഡ് ഫോക്സ് ആവാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ഫോക്സ് ബീഡ് ഉള്ളത് ഊൺഹോയുടെ കയ്യിലായതുകൊണ്ട് അവൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളുടെ ഗുയിമിന്റെ പവേഴ്സ് കൂടുകയും അവളൊരു 9 ടൈൽഡ് ഫോക്സ് ആയിട്ട് മാറുകയും ചെയ്യും. സോ നാളെ മുതൽ നമ്മൾ നമ്മുടെ ലൈഫെ മാറ്റിയിട്ട് ഫുള്ള് നല്ല കാര്യങ്ങൾ ചെയ്ത് ഗുയിമിനെ ഒരു 9 ടൈൽഡ് ഫോക്സ് ആക്കാന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഊൺഹു ആകട്ടെ നമ്മുടെ കങ്ങിനെയും കൂട്ടിയിട്ട് വലിയൊരു ബ്രിഡ്ജിന് താഴെയുള്ള ഒരു പുഴയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. കാര്യം മനസ്സിലാവേണ്ട കങ്ങ് ചോദിക്കുമ്പോഴാണ് ഈ ഒരു പുഴയുടെ മുകളിൽ നിന്ന് ആരെങ്കിലും ഒരു മനുഷ്യൻ എന്തായാലും താഴേക്ക് വീണ് ആത്മഹത്യ ചെയ്യാൻ നോക്കുമെന്നും അയാൾ വീഴുന്ന സമയത്ത് നമുക്ക് അയാളെ പോയിട്ട് രക്ഷിക്കാമെന്നും അങ്ങനെ നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഈ ഒരു ഫോക്സ് ബീഡിൽ പവർ കൂടുമെന്നും അവൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിപ്പോ മരത്തിന് താഴെ ഫ്രൂട്ട് പിടിക്കാനിരിക്കുന്ന അവസ്ഥയാണെന്നും ഇതൊന്നും ഒരു നല്ല പ്രവൃത്തിയായിട്ട് ആരും കൂട്ടില്ലെന്നും ഓരോ നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ എടുത്തു ചെയ്യേണ്ട കാര്യമാണെന്നും അല്ലാണ്ട് മനഃപൂർവ്വം ചെയ്യാൻ വേണ്ടിയിരിക്കരുതെന്നും അവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്തതായിട്ട് അവൾ അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ക്രിമിനൽസ് ആയിട്ടുള്ള ഒരുപാട് ലോൺ ഷാർക്കുകൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെയുള്ളവരെല്ലാവരും വളരെ ഈവിളാണെന്നും ബാക്കിയുള്ള ആൾക്കാരെ കൊന്നും കൊല വിളിച്ചൊക്കെ ജീവിക്കുന്ന കാരണം കൊണ്ട് അവരെ തീയിട്ട് കൊന്നു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നൊരു നല്ല കാര്യമില്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇവളത് എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് വിചാരിച്ച് നിൽക്കാണ് പാവം നമ്മുടെ കങ്ങ്. അങ്ങനെ ഭ്രാന്ത് പിടിച്ച് നമ്മളുടെ കങ്ങ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ അവിടുന്ന് അലറുന്നൊരു ഒച്ച അവരെ കേൾക്കുന്നത്. നോക്കുമ്പോഴാകട്ടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു നഴ്സറി സ്കൂളിൽ തീ പിടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ആ ഒരു ഫയറിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. സോ ഇത് കാണുമ്പോൾ കങ്ങാകട്ടെ വേറൊന്നും തന്നെ വിചാരിക്കാണ്ട് നേരെ ആ ഒരു നഴ്സറിന്റെ ഉള്ളിലേക്ക് കിടന്നിട്ട് കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നുണ്ട്. അവൻ നമ്മുടെ ഉൾഹോടെ അങ്ങോട്ട് വരണ്ടാന്നാണ് പറഞ്ഞെങ്കിലും അവളിപ്പോൾ അവനെയും ഫോളോ ചെയ്ത് അവിടേക്ക് പോയിട്ട്
അവളെ കൊണ്ട് പറ്റുന്ന പോലെ കുട്ടികളെല്ലാരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വിമൺ ആകട്ടെ ഒരു കുട്ടീനെ കൂടി രക്ഷപ്പെടുത്താനുണ്ടെന്നും അവൻ ഇതുവരെ ആർക്കും കണ്ടുകിട്ടിയിട്ടില്ലെന്നും അവളെ അറിയിക്കുന്നത്. സോ ഇത് കേൾക്കുമ്പോൾ തന്നെ ഊൺഹോ മറ്റൊന്നും ആലോചിക്കാണ്ട് നേരെ തന്നെ ഫുള്ളും തീ കൊണ്ട് പുകയുന്ന ആ ഒരു നഴ്സറിയിലേക്ക് കയറിയിട്ട് ആ ഒരു കുട്ടീനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോറിൽ നോക്കുന്നതിന്റെ ഇടയിൽ തീ പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന വുഡൊക്കെ ഇളകി വീണ് ആ ഒരു ഡോറ് തന്നെ അടഞ്ഞു പോകുന്നുണ്ട്. സോ ഊൺഹോ ആകട്ടെ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോവുകയും അവൾക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മളുടെ കങ്ങാകട്ടെ നേരത്തെ ആ ഒരു വിമൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഊൺഹോ ഈ ഒരു കുഞ്ഞിനെ അനുസരിച്ച് അകത്തേക്ക് പോയ കാര്യം ആ ഒരു വിമൻ ഇപ്പോൾ അവന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ അവൻ ഓടിപ്പാഞ്ഞ് അവളെ രക്ഷപ്പെടുത്താനായിട്ട് അവിടേക്ക് പോകുമ്പോഴേക്കും അവൾ എങ്ങനെയൊക്കെയോ ആ ഒരു ഡോറ് തുറന്ന് ലാസ്റ്റ് അവർ രണ്ടുപേരും പരസ്പരം കണ്ടിരുന്നു. പക്ഷെ ഇതേ സമയം തന്നെ അവരുടെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു റൂഫ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നതും കങ്ങപ്പോ ഊൺഹോനെ രക്ഷപ്പെടുത്താനായിട്ട് അവളെ അവന്റെ ബോഡി കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ബോധം എണീക്കുന്ന ഊൺഹോനെയാണ്. എണീക്കുമ്പോൾ തന്നെ നേരത്തെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് അവൾ ആ ഒരു ഹോസ്പിറ്റൽ മുഴുവൻ തന്നെ കങ്ങിനെ അന്വേഷിച്ച് നടക്കുകയും അവനെ കാണാണ്ടാവുമ്പോൾ അവൻ മരിച്ചോന്ന് ആലോചിച്ച് അത് കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ തൊട്ടടുത്ത് നിന്ന് നീ എന്നെയാണോ തരയിലെന്ന് ചോദിച്ച് കങ്ങ് വരുന്നത്. സോ അവനെ കാണുന്ന ആ ഒരു എക്സൈറ്റ്മെന്റിൽ അവളിപ്പോൾ നേരെ അവനെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ അങ്ങനെ നമ്മളുടെ ഗുമിഹോടിയും കങ്ങിനും ഇടയിൽ ചെറിയൊരു ലവ് സ്റ്റോറി ഇവിടെ പൂവിട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഇടയിൽ അവൾക്ക് തിരിച്ച് ഗുമിഹോ ആയിട്ടും കങ്ങിന് അവന്റെ ലൈഫും തിരിച്ചു കിട്ടുമെന്നും അതിനിടയിൽ എത്ര ദൂരങ്ങൾ അവർക്ക് സഞ്ചരിക്കേണ്ടി വരുമെന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.